തെരഞ്ഞെടുപ്പ് എപ്പോഴും ജനങ്ങൾക്ക് അവിടെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എപ്പോഴും ജനപ്രതിനിധികളോട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളോട് പൊതുസമൂഹത്തോട് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണിപ്പോൾ കോഴിക്കോട് മാവൂർ ചെറുവപ്പയിലെ വോട്ടർമാർ ഈ ഹെൽത്ത് സെൻ്ററിനോട് കാലാകാലങ്ങളായി സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് തങ്ങൾ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന അവരുടെ പ്രഖ്യാപനം, അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ ജനപ്രതിനിധികളൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ മാവൂർ ചെറുപ്പിയിലെ ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് ആ പ്രദേശത്തെ 4 പഞ്ചായത്തുകളിലെ ആളുകൾ സ്ഥിരമായി ആശ്രയിക്കുന്നത്, അതായത് 700-നും 1000-നും ഇടയ്ക്ക് ആളുകൾ നിത്യേന സന്ദർശിക്കുന്ന അല്ലെങ്കിൽ ആവശ്യവുമായി വരുന്ന ഒരു ഹെൽത്ത് സെൻ്ററാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിറ്റിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഇന്നും ഇന്നലെ 1 വർഷം മുൻപ് തന്നെ ആരംഭിച്ചതാണ്. കാരണം കിടത്തി ചികിത്സ ഉൾപ്പെടെ 24 മണിക്കൂറും ചികിത്സാ സൗകര്യം ഉണ്ടായിരുന്ന ഒരു ആശുപത്രിയായിരുന്നു ചെറുപ്പ് ആശുപത്രി. അതിനനുസരിച്ചുള്ള ഡോക്ടർമാരും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് കഴിഞ്ഞ ജൂൺ മാസത്തോടുകൂടി അതിന്റെ പ്രവർത്തനം വെട്ടിച്ചുരുക്കി ഉച്ചയാക്കുകയായിരുന്നു. ഐപിയുടെ ഉൾപ്പെടെ പ്രവർത്തനം ഒപിയുടെ ഉൾപ്പെടെയുള്ള പ്രവർത്തനം ഉച്ചയോടെ ആക്കുകയായിരുന്നു. പിന്നീട് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി, അത് വൈകുന്നേരത്തേക്കാക്കി. എന്നാൽ അതുപോരാ, 24 മണിക്കൂറായിരുന്നു ഇവിടുത്തെ പ്രവർത്തനം, അത് 24 മണിക്കൂർ വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരസമിതി രൂപീകരിക്കുകയും വലിയ ഒരു റിലേ സത്യാഗ്രഹം നടത്തുകയും ചെയ്തു. 56 ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹമായിരുന്നു അവർ നടത്തിയത്. അതായത് കിടത്തി ചികിത്സ 24 മണിക്കൂറാക്കുക, പൂർണ്ണ സമയ ആശുപത്രിയാക്കി തന്നെ അതിന് നിലനിർത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. 56 ദിവസം നീണ്ടു നിന്നിരുന്ന സമരത്തിനൊടുവിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പളും ആരോഗ്യ വകുപ്പ് മന്ത്രിയും ഒക്കെയായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക്, അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാമെന്ന് ഉറപ്പു നൽകുകയും ആരോഗ്യമന്ത്രി നിയമസഭയിൽ അടക്കം ഉറപ്പു നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു ഇത്തരത്തിലൊരു പ്രക്ഷോഭം ആരംഭിച്ചത്. തുടർന്ന് സെപ്റ്റംബറോട് കൂടിയിട്ട് ഇത്തരത്തിലൊരു ഉറപ്പ് ലഭിക്കുകയും ജനങ്ങൾ സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു ചെയ്തത്. 4 പഞ്ചായത്തിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000-ഓളം വരുന്ന ആളുകൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു ആശുപത്രിയാണ്. ഇതിൽ 1000-ഓളം ആളുകൾ നിത്യേന അവിടെ വരുന്നു എന്നുള്ളതാണ് അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ആശുപത്രിയെ വ്യത്യസ്തമാക്കുന്നതും ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണിത്. എന്നാൽ ഈ ഇത്തരത്തിലൊരു ഉറപ്പ്, അതായത് ഈ 24 മണിക്കൂർ പ്രവർത്തനത്തിലേക്ക് ആശുപത്രിയിൽ എത്തിക്കാമെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ ഉൾപ്പെടെ ഉറപ്പ് നൽകിയിട്ടും കഴിഞ്ഞ ഓണക്കാലത്താണ് ഇത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചത്. അതായത് സെപ്റ്റംബർ മാസത്തിലാണ്. 7-8 മാസമായിട്ടും അത്തരത്തിലൊരു നടത്തിപ്പിലേക്ക് എത്താൻ സാധിക്കാത്തതിലാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ലെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും എന്ന ഒരു ആഹ്വാനവുമായി ഇപ്പോൾ ജനങ്ങൾ രംഗത്തിറക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകളൊക്കെ മാവൂരും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മാസങ്ങൾക്ക് മുൻപ് ലഭിച്ച ഉറപ്പ് പാലിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് അധികൃതർ. അതിനെതിരെയുള്ള ഒരു വൈകാരിക പ്രകടനം, രോഷപ്രകടനമൊക്കെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന ആരോപണം അന്ന് തന്നെ ഉയർന്നിരുന്നു. ആ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെ മനുഷ്യച്ചങ്ങല ഉൾപ്പെടെ നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് സമരങ്ങൾ നടത്തിയിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നാട്ടുകാർ പങ്കുവെക്കുന്നത് ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടുത്തെ പ്രവർത്തനം വെട്ടിച്ചുരുക്കിയത് എന്നാണ്. ഇത്തരത്തിലൊരു ഉറപ്പ്, അതായത് എന്നാൽ അങ്ങനെയല്ല, 24 മണിക്കൂർ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നൊരു ഉറപ്പ് നൽകി ഏകദേശം 7-8 മാസമായിട്ടും അത്തരത്തിലൊരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാരിന്, ആരോഗ്യ വകുപ്പിന് എത്താൻ സാധിക്കാത്തത് ജനങ്ങൾ അന്ന് പറഞ്ഞ കാര്യം ശരിയാണോ എന്നൊരു സംശയത്തിലേക്ക് കൂടി നയിക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള ശക്തമായ തീരുമാനത്തിലേക്കാണ് നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റും നടക്കാനുള്ള സാധ്യതകളൊക്കെ വരും ദിവസങ്ങളിൽ കാണുന്നുണ്ട്. ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരു തവണ ഉറപ്പ് ലഭിച്ചതാണ്, രേഖാമൂലം ഉറപ്പ് ലഭിച്ചതാണ്, വിവിധ തലങ്ങളിൽ ചർച്ച നടത്തിയതാണ്. അതൊന്നും നടപ്പിലാക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. 4 പഞ്ചായത്തുകളിലെ ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ അവരുടെ ആശ്രയ കേന്ദ്രമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അവഗണന നേരിടുന്നത്. പരാതികൾ പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടാവാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഏത് രീതിയിലായിരിക്കും ജനങ്ങൾ പ്രതികരിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. ഗൂഗിളെ എന്തായാലും നമ്മുടെ യൂട്യൂബിലൊരു പ്രേക്ഷക ഗൂഗിളിനൊരു കാര്യം പറയണമെന്ന് ഒരു പ്രീതി ജയൻ പറഞ്ഞിരിക്കുന്നത്, കോഴിക്കോട് കഴിഞ്ഞ 4 ദിവസമായി വെള്ളമില്ല, ആ കാര്യം കൂടി ഒന്ന് വാർത്തയിൽ ഉൾപ്പെടുത്തണേ, ശ്രദ്ധിക്കണേ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഗൂഗിളെ ആ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ.
ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കോഴിക്കോട് ജില്ലയിൽ ഉയർന്നു വരുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ജലജീവൻ മിഷൻ. അതിലിപ്പോൾ ചെറിയ തുകയ്ക്ക് 10%, അതായത് മുതൽ മുടക്കിൻ്റെ 10% തുകയൊക്കെയാണ് അവിടെ ഓരോ വീടുകളിലും പൈപ്പ് വഴി വെള്ളം എത്തിക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൽ വിവിധ പഞ്ചായത്തുകളിൽ ഉയർന്ന തുക ഈടാക്കുന്നതുമൊക്കെ ബന്ധപ്പെട്ട വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലുമുള്ള കുടിവെള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുകയും അവിടെ വെള്ളം എത്തിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ബേപ്പൂർ ഭാഗത്തൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഈ വിഷയം നമ്മൾ എന്തായാലും ഉടനടി പരിശോധിക്കുന്നതും അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതോ ആയിരിക്കും. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ സ്വീകരിക്കും. യെസ്, എന്തായാലും വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ പ്രദീപ് ജയൻ ഈ വാർത്ത കൂടി ജനൻ TV വരുന്ന ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്തുമെന്നുകൂടി അറിയിക്കട്ടെ.